ബീഫ് പൊളിച്ചാൽ സീനാകും. വയനാട്ടിൽ ബീഫ് ഫ്രൈ കേടായെന്നാരോപിച്ച് ഹോട്ടലിൽ ആക്രമണം. വെള്ളമുണ്ടയിലെ ബുക്കിൻ ഹോട്ടലിലാണ് ആക്രമണം ഉണ്ടായത്. പാർസലായി വാങ്ങിക്കൊണ്ടുപോയ ബീഫ് ഫ്രൈയിൽ ദുർഗന്ധമുണ്ടെന്ന് പറഞ്ഞ യുവാവിന്റെ ആക്രമണം. ആ ദൃശ്യങ്ങളിലേക്ക് വയനാട്ടിൽ നിന്ന് കാളിദാസൻ ദേവത്തൻ ചേരുന്നു. കാളിദാസൻ, ഈ പറഞ്ഞ പോലെ ആക്രമണം നടത്തിയ പ്രതിയെ പിടികൂടാനായിട്ടുണ്ട്. ആരാണ് ഇയാൾ? എന്താണ് ഇയാളുടെ പ്രധാന പ്രശ്നം? ബീഫ് പൊളിച്ചതാണ്? സുഹൈൽ, മലയാളികൾക്ക് ബീഫ് ഫ്രൈയോടുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഈ ബീഫ് ഫ്രൈയുടെ പേരിൽ വലിയൊരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് വയനാട് വെള്ളമുണ്ടയിലെ ബുക്കിൻ ഹോട്ടലിൽ. അതായത് 2 ദിവസം മുമ്പാണ് വൈകിട്ടോടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ആദ്യം അവിടെ എത്തി ബീഫ് ഫ്രൈ വന്ന് വാങ്ങിപ്പോയി ഒരാൾ. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇയാൾ മറ്റു കുറച്ച് പേരെയും കൂടെ കൂട്ടി അവിടെ എത്തിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഈ ബീഫ് ഫ്രൈ മാറ്റി ഈ ഹോട്ടലുകാരെ വിളിച്ചു വരുത്തി വലിയ രീതിയിൽ ആക്രോശിക്കുകയായിരുന്നു. പിന്നീട് അസഭ്യ വർഷം ചൊരിയുകയായിരുന്നു. ശേഷം അവൾ ആ ഹോട്ടലിലുള്ള കസേരകളും മേശകളും ഒക്കെ അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളായി ഹോട്ടലിലെ മിഠായി ഭരണി അടക്കം അടിച്ചു തകർക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ നീങ്ങി എന്നുള്ളതും കൂടിയാണ്. ഇതോടൊപ്പം ഹോട്ടലുകാർ പറയുന്നത് ഈ വാങ്ങിക്കൊണ്ടുപോയ ആൾ തിരിച്ചു വന്നപ്പോൾ മദ്യപിച്ചാണ് തിരിച്ചെത്തിയത്. അയാളാണ് ഏറ്റവും വലിയ രീതിയിൽ ആക്രോശിച്ചതും അതോടൊപ്പം തന്നെ അസഭ്യവർഷം ചൊരിഞ്ഞതും എന്നുള്ളതും കൂടിയാണ്. ആ ഹോട്ടലിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് കൃത്യമായി സൂചന വെള്ളമുണ്ട പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വെള്ളമുണ്ട പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ വന്നവരിൽ ചിലർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതും കൂടിയാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന വിവരം. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.